أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എവിടുന്ന വൽ അസ്ലു അൽ കസ്റു എന്നല്ലേ? അഥവാ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഇൽത്തിഖാഉ സാക്കിനയിൽ നിന്ന് തഖല്ലുസ് രക്ഷപ്പെടാൻ ഒന്നുകിൽ ഹദ്ഫ് അല്ലെങ്കിൽ തഹരീക്ക് ആണല്ലോ. അതിന് തഹരീക്ക് ചെയ്യുമ്പോൾ ഏത് ഹർക്കത്ത് കൊണ്ട് ഹർക്കത്ത് കൊടുക്കണം? അത് കസർ കൊണ്ട് ഹർക്കത്ത് ചെയ്യലാണ്, തഖല്ലുസ് ചെയ്യലാണ് അസ്ല്. അതുകൊണ്ടാണ് തഖല്ലുസിന്റെ അസ്ല് കസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ വൽ അസ്ലു അസ്ലാകുന്നത് അഥവാ തഹരീക്ക് ഫി തഹരീക്ക് സാക്കിനി എന്നാണ് താഴെ ഷർഹിലൊക്കെ. ഫി തഹരീക്ക് സാക്കിനി, സാക്കിനായ അക്ഷരത്തിനെ തഹരീക്ക് ചെയ്യുന്നതിൽ അസ്ല് എന്താണ്? അൽ കസ്റു, കസറാണ്. മനസ്സിലായല്ലോ? ഇനി ജാറബർദി വൽ അസ്ലു അൽ കസ്റു ലമ്മ അറഫ്ത, നീ മനസ്സിലാക്കിയപ്പോൾ അന്നഹു ലാ ബുദ്ദ മിന തഹരീക്ക് ഫി ബഅദി സുവരി, അന്നഹു ലാ ബുദ്ദ മിന തഹരീക്ക് ഫി ബഅദി സുവരി, ചില കോലങ്ങളിൽ രൂപങ്ങളിൽ തഹരീക്ക് ചെയ്യൽ കൂടാതെ കഴിയുകയില്ല എന്ന് നീ മനസ്സിലാക്കിയപ്പോൾ, അതായത് ഹദഫിന് ചില സ്ഥലങ്ങളിൽ കളച്ചിലാണ്, ഹദഫാണ്, ചില സ്ഥലങ്ങളിൽ തഹരീക്കാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ തഹരീക്ക് കൂടാതെ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ നീ മനസ്സിലാക്കിയപ്പോൾ അഷാറ മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചു ഇല അന്നൽ അസ്ല, തീർച്ചയായിട്ടും അസ്ലായത് എന്താണ്? അൻ യതഹറക, ആ അക്ഷരം ഹർക്കത്ത് സിദ്ധിക്കലാണ്. ബിൽ കസിരി, കസർ കൊണ്ട് ഹർക്കത്ത് സിദ്ധിക്കലാണ്. അയ്യോ ഹറക്കാന്നായിരുന്നു നല്ലതല്ലേ? കസർ കൊണ്ട് ഹർക്കത്ത് സിദ്ധിക്കലാണ്. അസാക്കിനായ അക്ഷരം കസർ കൊണ്ട് ഹർക്കത്ത് സിദ്ധിക്കലാണ് അസ്ല്. അതിന് ഷാരിഹ് ഒരു ന്യായം പറഞ്ഞു നോക്കി. ലിമാ ഖീല, എന്ത് കാരണച്ചാൽ പറയപ്പെട്ട ഒരു കാരണത്താൽ, എന്താണ്? മിൻ അന്നൽ ജസ്മ ഫിൽ അഫ്ആലി ഇബദുൽ ജരി ഫിൽ അസ്മാഇ, ഈ ഫീലുകളിലുള്ള ജസ്മ ആകുന്നത് അത് ഇസ്മുകളിലുള്ള ജറിന്റെ പകരക്കാരനാണ്. മനസ്സിലായല്ലോ? ഇസ്മുകളിലുള്ള ജറിന്റെ പകരക്കാരനായിട്ടാണ് ഫീലുകളിൽ ജസ്മുള്ളത്. മനസ്സിലായല്ലോ? ഒന്നുകൂടി, ഇസ്മുകളിലുള്ള ജറിന്റെ പകരക്കാരനാണ് ഫീലുകളിലുള്ള ജസ്മ്. മനസ്സിലായല്ലോ? അതിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണത്. മനസ്സിലായല്ലോ? അസ്ലുൽ ജസ്മി, ജസ്മിന്റെ അസ്ൽ എന്താ? അസ്സുക്കൂനു, ജസ്മിന്റെ അസ്ലിയായ അലാമത്തില്ലേ സുക്കൂൻ അല്ലേ? അപ്പൊ അസ്ലുൽ ജസ്മി അസ്സുക്കൂനു, നമുക്കിപ്പോ സുക്കൂനാണല്ലോ സാക്കിന്, സാക്കിന് ഹർക്കത്ത് കൊടുക്കാണ്. അപ്പൊ കസറും സുക്കൂനും തമ്മിൽ ബന്ധം ഉണ്ടാക്കാണ്. ജറ് ഇസ്മുകളിലുള്ള ജറിന്റെ പകരക്കാരനാണ് ഫീലുകളിലുള്ള ജസ്മെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറഞ്ഞതുപോലെ ഉണ്ട്, ഫീലുകളിൽ ജറ് വരേണ്ടതായിരുന്നു, ചില കാരണത്താൽ പകരക്കാരൻ വരാൻ പറ്റാത്തതുകൊണ്ട് പകരക്കാരനായിട്ട് ഒരാളെ നിർത്തിയതാണ് ജസ്മ്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ കൂടുതൽ വായിച്ചേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഫീലുകളിലുള്ള ജസ്മു എന്ന് പറയുമ്പോ അതുകൊണ്ട് ഇപ്പൊ സുക്കൂന് കിട്ടിയോ? ജസ്മു പല കോലത്തിലും ഇല്ലേ? ജസ്മിൽ അസല് സുക്കൂനാണല്ലോ. അപ്പൊ സുക്കൂനും ജറിൽ അസല് കസറും ആണല്ലോ. അപ്പൊ സുക്കൂനും ഈ കസറും അഥവാ ജറ് കസർ എന്നാണല്ലോ പറഞ്ഞത്. ജറുകൊണ്ട് ജറിൽ അസൽ എന്താണ്? കസറാണ്. അപ്പൊ രണ്ടാളും തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് മുസന്നിഫ് പറയുന്ന, ഷാരി പറയുന്ന കാരണമായിട്ട് ഷാരി കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അസ്ലുൽ ജസ്മി അസ്സുക്കൂനു. അപ്പൊ ഫലമ്മ സബത ബൈനഹും തആവുളു, ഈ ജറിന്റെയും ജസ്മിന്റെയും ഇടയിൽ, അല്ലെ കസറിന്റെയും സുക്കൂന്റെയും ഇടയിൽ എന്ത്? ഒരു തആവുള്, ഒന്ന് മറ്റാൾക്ക് പകരക്കാരനാവുക എന്നുള്ള ഒരു കാര്യം സംഭവിച്ചപ്പോൾ, പിന്നെ വംതന സുക്കൂനു ഫി ബഅദിൽ മവാദി, ചില സ്ഥലങ്ങളിൽ സുക്കൂന് മുംതനിയാവുകയും ചെയ്തപ്പോൾ, എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ സുക്കൂൻ പാടില്ലാതെ വരുന്നുണ്ട്. അഥവാ സാക്കിന് സുക്കൂനെ തൊട്ടൊരു പകരക്കാരൻ ആവശ്യമായി വരുന്നുണ്ട്. അഥവാ ഈ പറഞ്ഞ ഇൽത്തിഖാഉ സാക്കിനൈനിന്റെ പ്രശ്ന സ്ഥലത്ത് സുക്കൂന് പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് സുക്കൂന് ഒരു പകരക്കാരൻ ആവശ്യമുണ്ട് ചില സൂറത്തുകളിൽ. എവിടെ? ഇൽത്തിഖാഉ സാക്കിനൈനി വരുന്നിടത്ത്, തഹരീക്ക് കൊണ്ട് രക്ഷപ്പെടുന്നിടത്ത്, ആ സ്ഥലത്ത് നമുക്കൊരു സുക്കൂന് പകരക്കാരന് വേണം. ഇവർ രണ്ടാളും തമ്മിൽ തആവുദ് സുബൂത്താവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയപ്പോ എന്തായി? ജഅലു അൽ കസറ ഇവദൻ അൻഹു, കസറിനെ ഈ സുക്കൂനെ തൊട്ട് അവർ പകരക്കാരനാക്കി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞ ന്യായം. ഇവിടെ ബഹുമാനപ്പെട്ട ഖദരി യസ്ദി തങ്ങള് അവരുടെ ശറയിൽ 4 ന്യായം പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? നുഖറ, ഷാരിഹുൻ നുഖറ,
അവര് വേറെ ന്യായം പറയണത്. മനസ്സിലായല്ലോ? ഇസ്ലാം എന്നവര് വേറെ ന്യായം. മനസ്സിലായല്ലോ? ഏതായാലും ഹദരജിതങ്ങൾ 4 ന്യായം പറയുന്നുണ്ട്. ഒന്ന്, കസർ സുക്കൂന്റെ ഇടയിൽ മുശാബഹത്തുണ്ട്. മിൻഹൈസു ഇന്ന കുല്ല വാഹിദിൻ മിൻഹുമാ മുഖ്തസ്സുൻ ബിബഅദിൽ മവാദിഇന്. മിൻഹൈസു ഇന്ന കുല്ല വാഹിദിൻ മിൻഹുമാ മുഖ്തസ്സുൻ ബിബഅദിൽ മവാദിഇ എന്ന നിലയ്ക്ക് ഒരു ബന്ധം രണ്ടാക്കുണ്ട്. കസർ ഫീൽ കൊണ്ട് ഇസ്മു കൊണ്ട് മുഖ്തസാണ്. കസറിന്റെ ഇഅ്റാബ് ജറാണല്ലോ. പിന്നെ സുക്കൂന് ഫീൽ കൊണ്ട് മുഖ്തസാണ്. അപ്പൊ രണ്ടാളും ഒരു സ്ഥലം കൊണ്ട് മുഖ്തസാണ് എന്ന നിലക്ക് സുക്കൂനും കസറും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ് ഒരു വജ്ഹ്. രണ്ടാമത്തെ ഒരു വജ്ഹ് നമ്മളെ ശറഹ് പറഞ്ഞ തന്നെ. മനസ്സിലായല്ലോ? മൂന്നാമത്തത്, അറബി കലാമിൽ ഈ സാക്കിന് തഹരീക്ക് ചെയ്തെടുത്ത് ഗാലിബിൽ കൂടുതലും കാണുന്നത് കസർ കൊണ്ടാണ്. സാക്കിനെ തഹരീക്ക് ചെയ്തതിൽ ഗാലിബായിട്ടും കാണുന്നത് ആരെ? കസറാണ്. അപ്പൊ ഉപരി പറയാം, ഇതിൽ അസ്ലു ഗലബത്തുൽ അസ്ലി. മനസ്സിലായില്ല? അസ്ലായ സംഗതി എന്താ? അസ്ലി മികച്ചു നിൽക്കുക എന്നാണല്ലോ. ഏതാണ് അസ്ല്? അത് ഗാലിബായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അസ്ല്. അപ്പൊ കസർ അസ്ലായത്, അപ്പൊ കസർ അസ്ലാണ്. കാരണം അതാണ് ഗാലിബായി നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ആണ് ഇതിൽ അസ്ലു ഗലബത്തുൽ അസ്ലി വജറയാനുഹു ഫീ മജറ ഇസ്തിഹ്ഖാഖിഹി. മനസ്സിലായല്ലോ? ഇതാണ് മൂന്നാമത്തെ ന്യായം. നാലാമത്തെ ന്യായം പറയുന്നത് ഇതിനെ നൊക്രയിലും പറഞ്ഞൊരു തുല്യമായ ന്യായമാണ്. അഥവാ മുനാസബ ഉണ്ട്. രണ്ട് സുക്കൂന്റെയും കസറിന്റെ ഇടയിൽ താമായ മുനാസബത്തുണ്ട്. തുതറക്കു ബിൽ ദറൂറത്തി, അതിനെ ബിൽ ദറൂറ മനസ്സിലാക്കപ്പെടും. ഹിയൽ ബാഇസുതു അലൽ മുആവലത്തി ലതി തജ്രി ബൈനഹുമാ. ആ ഒരു എന്താണ് മുനാസബത്ത് താമയാണ് ഒന്ന് മറ്റാൾക്ക് പകരക്കാരനാവാൻ പ്രേരിപ്പിച്ചത്. അഥവാ എന്താണെന്ന് വെച്ചാൽ നുഖറയിൽ പറഞ്ഞ ന്യായം അതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല് നുഖറ പറഞ്ഞു وإذا كان الكسر من سجيتها حرك بالكسر ليكون اللفظ مطابقا للطبيعي. അഥവാ കസറിന്റെ ജസ്മ് ഈ നമ്മള് നഫ്സിനെ പ്രകൃതിയാൽ അങ്ങനെ വിട്ടു നോക്കിയാൽ, അഥവാ ശരിക്ക് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ കസറും സുക്കൂനും തമ്മിലൊരു പ്രകൃതിയാൽ ഒരു ബന്ധമുണ്ട്. അഥവാ കസറിനോടാണ് കൂടുതൽ സുക്കൂനിന്റെ അടുപ്പെന്ന്. മനസ്സിലായല്ലോ? ഇത് നമ്മളെ ദാദാ ഖലീഫ ഇല്ലേ, ദാദാ ഖലീഫ, നമ്മളെ സഞ്ചാര ഹാഷിയ ദാദാ ഖലീഫ ഈ വിഷയം കൊണ്ടുവന്നു. അവരും ഈ സ്ഥലത്ത് ഏതാണ് ഈ പറഞ്ഞ സ്ഥലത്ത് മുലാഫില് കസർ കൊടുക്കണ്ടല്ലോ, ആ സ്ഥലത്ത് ഈ വിഷയം തഖല്ലുസിന്റെ കസറായതുകൊണ്ടാണല്ലോ ന്യായം. ആ സ്ഥലത്ത് ഈ വിഷയം പറയുന്നുണ്ട്. അവരെ അതിന്റെ ന്യായം ഇല്ലാ ബി കസറത്തിൻ ഖഫിയ്യത്തിൻ ഇല്ലാ بكسرة خفية خفيف على الحرف الأولي يحس بها عند الامتحان والتفطن. ദാദാ ഖലീഫ 419 പേജ്. മനസ്സിലായല്ലോ? അഥവാ എന്ന് പറയുമ്പോ ഒരു കസറിലേക്ക് ഒരു ചെറിയ ഒരു ചായ്വ് കാണാം. ശരിക്ക് തനബു ഇംതിഹാൻ തഫത്തിനോട് കൂടെ നോക്കണം. മനസ്സിലായില്ലേ? അഥവാ സുക്കൂൻ ഉള്ള അക്ഷരത്തെ ഉച്ചരിക്കുമ്പോ കസറിലേക്ക് ഒരു ചെറിയൊരു സ്വഭാവം ഉള്ളിലൂടെ അങ്ങനെ ചെറുതായിട്ടൊരു കസറിലേക്ക് ഒരു ചായ്വ് കാണാൻ പറ്റും. അതാണ് ഖഫിയായ കസറത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ കിതാബ് ഇല്ലാ ബിൽ കസരി എന്നാ പറയുള്ളൂ. അപ്പൊ ഒരു കസറോ മൂപ്പര് പറഞ്ഞ ഇല്ലാ ബി കസറത്തിൻ ഖഫിയ്യത്തിൻ ഖഫീഫത്തിൻ. മനസ്സിലായില്ല? അലൽ ഹർഫിൽ അവലി, അതായത് 2 അക്ഷരം സാക്കിനായി വരുമ്പോ ഒന്നാമത്തെ അക്ഷരത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ കസറിനെ ഇങ്ങനെ ശരിക്കും ആലോചിച്ചാൽ ഒരു കസറിലേക്ക് ഇങ്ങനെ ചിരണായി കാണാൻ പറ്റും. കസറിലേക്ക് ഒരു ചെറിയ ചായ്വ് മൈന്യൂട്ടാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ തന്നെ ആലോചിച്ച് ശരിക്കും നോക്കിയാൽ അത് തോന്നും. മനസ്സിലായല്ലോ? അപ്പൊ ഖഫിയായ ഒരു കസറുണ്ട് അപ്പൊ അതിന്റെ ത്വബിയത്തിൽ തന്നെ സുക്കൂന്റെ ത്വബിയത്തിൽ കസറിലേക്ക് ഒരു ചായ്വ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുക്കൂന്റെ സജീയത്തിൽ അതിന്റെ പ്രകൃതത്തിൽ കസറുണ്ട്. അപ്പോ അസലാരാ ഇവളാവാൻ പറ്റണത് ആരാണ്? കസറാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന ന്യായങ്ങള്. മനസ്സിലായല്ലോ? അപ്പൊ ശരിക്കും വായിച്ചു നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങള് ശരിക്കും ഉച്ചരിച്ചു നോക്കി.
ഓക്കെ. ഇനി ഫഇൻ ഖൂലിഫ മത്നി, ഫഇൻ ഖൂലിഫ ഇതിനോട് എതിര് പെട്ടിട്ടുണ്ടെങ്കിൽ ഫലി ആരിദിൻ, അത് ഒരു ആരിദായ ഒരു കാരണത്തിന് വേണ്ടിയിട്ടുണ്ടായതാണ്. മനസ്സിലായല്ലോ? അവിടെ ശർഹ് ഫഇൻ ഹുരിക ബിഗൈരിൽ കസ്രി, ആ സാക്കിനിക്ക് ഹർക്കത്ത് നൽകപ്പെട്ടാൽ, എന്തുകൊണ്ട്? ബിഗൈരിൽ കസ്രി, കസ്ർ ഇല്ലാത്തതുകൊണ്ട് ഹർക്കത്ത് നൽകപ്പെട്ടാൽ, ഫദാലിക ആ തഹരീക്ക് ആകുന്നതിന് വേണ്ടിയിട്ടല്ലേ ആരിദിൻ, ഒരു ആരിദായ സംഗതിക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനത്തെ ആരിദാണ്? ഇക്തല, അത് തേടി, ഉജൂബ ഗൈരിൽ കസ്രി, കസർ അല്ലാത്തത് നിർബന്ധമാവലിനെ തേടി, അവ ഇഖ്തിയാറഹു, അല്ലെങ്കിൽ ഗൈറുൽ കസറിന്റെ ഇഖ്തിയാറിനെ തേടി, അത് മുഖ്താറാവലിനെ തേടി, അവലിൽ ജവാസഹു, അത് ആ ഗൈറുൽ കസർ ജായിസ് ആവലിനെ തേടി. അഥവാ ഈ ആരിലായത് മൂന്നായിട്ടുണ്ട്. അതായത് ചില ആരില് തേടുന്നത് കസറല്ലാത്ത ഏതാ കൊടുക്കുന്ന ഹർക്കത്ത് അത് നിർബന്ധമാണെന്ന് ഇക്കാരം. ചിലത് തേടുന്നത് രണ്ടും തേടുണ്ടായിരിക്കും, രണ്ട് കാര്യങ്ങൾ തേടുണ്ടായിരിക്കും, കസറും തേടുണ്ടാകും, വേറെ ഹർക്കത്തും തേടുണ്ടാകും. മുഖ്താർ ഏതായിക്കാരം? കസറല്ലാത്ത മറ്റേ ഹർക്കത്തായിരിക്കാരം. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തത് രണ്ടും തുല്യം, ജായിസ് ആവലിനെ തൊടുന്നു. മനസ്സിലായില്ല? അതും ചെയ്യാം ഇതും ചെയ്യാം എന്നതിനെ തൊടുന്നു. മനസ്സിലായല്ലോ? ثم شرع في ذكر الأمثلة على اختلاف الأنواع. ثم شرع في ذكر الأمثلة, ഉദാഹരണങ്ങളെ പറയുന്നതിൽ മുസന്നിഫ് പ്രവേശിച്ചു. അഥവാ ഇതിനൊക്കെ ഉദാഹരണം പറയാൻ തുടങ്ങി മുസന്നിഫ് തങ്ങള്. എങ്ങനെ? അല ഇഖ്തിലാഫിൽ അൻവാഇ, അല്ലെ ആർക്കുള്ള ഉദാഹരണം? ദിക്റിൽ അംസിലത്തി, ആ ലാമിന്റെ മാനാക്കാക്കാം, എന്നിട്ട് ഇഖ്തിലാഫിനെ മുഖ്തലിഫ് നടത്താക്കാം, സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്താക്കാം. മനസ്സിലായില്ല? അപ്പൊ അൽ അൻവാഉൽ മുഖ്തലിഫക്കുള്ള ഈ മുഖ്തലിഫായ മൂന്ന് അൻവാകൾ അവിടെ ഉള്ളത്: ഉജൂബ് ഗൈറിൽ കസ്ർ, ഇഖ്തിയാറു ഗൈറിൽ കസ്ർ, ജവാസ് ഗൈറിൽ കസ്ർ. മനസ്സിലായല്ലോ? ഈ മുഖ്തലിഫുൽ അൻവാകൾക്കുള്ള അംസിലകളെ പറയുന്നതിൽ മുസന്നിഫ് തങ്ങൾ പ്രവേശിച്ചു. മനസ്സിലായല്ലോ? കവുജൂബിൽ ലമ്മി, ഫഖാലാന്ന് പറഞ്ഞില്ലേ? കവുജൂബിൽ ലമ്മി ഫി മീമിൽ ജംഇ, ജംഇന്റെ മീമിൽ ലമ്മ് നിർബന്ധമാകും പോലെ. മത്തിനോക്കണി അത് ഏതുപോലെയാണ്? കവുജൂബിൽ ലമ്മി ഫി മീമിൽ ജംഇ, ജംഇന്റെ മീമിൽ ലമ്മ് നിർബന്ധമാകും പോലെ. എന്താ ജംഇന്റെ മീമിൽ ലമ്മ് നിർബന്ധമാവുക? ജംഉൽ ലമീറാണ്. ഗായിബായ ലമീർ ഇല്ലേ? ഹുവ, അതിന്റെ ജംഅ് ഹും. ഗായിബ് മാത്രല്ല, ഹാദിർ അൻതും. മനസ്സിലായല്ലോ? അപ്പൊ അതിലുള്ള മീമിനിക്ക് ലമ്മ് നിർബന്ധമാകും പോലെ ഇങ്ങനെ സാക്കിനുമായി കണ്ടുമുട്ടുന്ന നേരത്ത് അല്ലേ? ഹുമുൽ മുർസലൂൻ, അവിടെ ഹുമു മീമിന് ലമ്മ് കൊടുത്തു. ഈ മീമിന് ലമ്മ് കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെ കസറാണ് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ ഒരു ആര്യലായ സംഗതി ഉണ്ട്. അതെന്തിനെ തേടുന്നുണ്ട്? നിർബന്ധമാവൽ, അഥവാ ലമ്മ് കൊടുക്കൽ നിർബന്ധമായിട്ട് ലമ്മ് കൊടുക്കലിനെ തേടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് വുജൂബിൽ ലമ്മി ഫി മീമിൽ ജംഇ, ജംഉൽ ലമീറിന്റെ മീമിൽ ലമ്മ് നിർബന്ധമാകും പോലെ. പക്ഷെ എപ്പോഴാണ് ലമ്മ് നിർബന്ധമാവാറിയോ? മീമുൽ ജംഇൽ എപ്പോഴും ലമ്മ് നിർബന്ധമില്ല. എപ്പോഴാണ്? ഇദാ ലം യകുൻ ബഅദൽ ഹാഇ ലതി തകൂനു ബഅദ യാഇൻ ഔ ബഅദ കസ്റത്തിൻ. ഇദാ ലം യകുൻ, ആ ജംഇന്റെ മീമ് ആയിട്ട് ആകാത്തുമ്പോൾ, എന്തിന്റെ ശേഷം? ബഅദൽ ഹാഇ, ഒരു ഹാഇന്റെ ശേഷം. ഇങ്ങനത്തെ ഹാ ആണ് അല്ലതി തകൂനു ബഅദ യാഇൻ, യാഇന്റെ ശേഷമുള്ളതായ, ഔ കസ്റത്തിൻ ഔ ബഅദ കസ്റത്തിൻ, അല്ലെങ്കിൽ കസ്റിന്റെ ശേഷമുള്ളതായ. അപ്പൊ കസ്റത്തിന്റെ യാഇന്റെ ശേഷമുള്ളതായ ഹാ, അതിന്റെ ശേഷം ആവാത്തുമ്പോൾ. മനസ്സിലായല്ലേ? ആകാത്തുമ്പോഴാണ് ലമ്മ് നിർബന്ധം. കസ്റിന്റെയോ യാഇന്റെയോ ശേഷമാണെങ്കിൽ നിർബന്ധമില്ല, രണ്ടും ജായിസാണെന്നാണ് വരുന്നത്. മനസ്സിലായില്ല? അഥവാ അറബികളിൽ ആരുണ്ട്? ലമ്മ് ചെയ്തവരും കസർ ചെയ്തവരും ഉണ്ടെന്ന്. ആ വേളയില് കസറിന്റെയോ യാഇന്റെയോ ശേഷം ഒന്ന് ഹാ, അതിന്റെ ശേഷം വരുന്ന ഈ മീമുൽ ജംഇ, അതിനിക്ക് ലമ്മ് ചെയ്തവരുമുണ്ട്, കസർ ചെയ്തവരുമുണ്ട്. അല്ലാത്തുമ്പോ എന്ത് മാത്രമേ ഉള്ളൂ? ലമ്മ് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ചിലപ്പോഴൊക്കെ ഹദാ ഹുവൽ മശ്ഹൂറൂന്ന് ഹാഷിയ ഇബ്നു ജമാഅ. മനസ്സിലായല്ലോ? എന്നാലും മശ്ഹൂർ ആയിട്ടുള്ളത് ലമ്മ് നിർബന്ധം എന്നതാണ്. കുറഞ്ഞ രീതിയിൽ ആരൊക്കെ അവിടെയും കസർ ചെയ്തിക്കണ്. വഹുമിൽ ഖുലാത്തു എന്നതാ, വഹുമി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു വിഷയം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ കസറിന്റെ ശേഷം വന്ന ഒരു ഹാ, അതിന്റെ ശേഷമുള്ള മീമ് നിർബന്ധമില്ല എന്നാണ്. ഒരു ഉദാഹരണം
ബിഹി, ബിഹിമു, ബിഹിമി. മനസ്സിലായല്ലോ? അവിടെ രണ്ടും പറ്റും, അഥവാ രണ്ടും ചെയ്തവരുണ്ട് അറബികളില്. മനസ്സിലായല്ലോ? കസറിന്റെ ശേഷം വന്ന ഹാ, കസറിന്റെ ശേഷമുള്ള ഹാനും ഈ കസർ കിട്ടും ഇതിനോട് താബിയായിട്ട്. അതേ താബിയായിട്ട് ഇതിനും കൊടുക്കാം, അതിക്ക് മീമിനും കൊടുക്കാന്ന്. അങ്ങനെ കൊടുത്തവരുണ്ട്. അസില് പ്രകാരം ഈ മീമിന്റെ അസില് ലമ്മാണ്, അത് നമുക്ക് തെളിയിച്ചു തരാം. അപ്പൊ അങ്ങനെ ലമ്മും പറ്റും. അപ്പൊ രണ്ടും നിലക്കും കൊടുത്തവരുണ്ട്. മനസ്സിലായല്ലോ? ഇതല്ലാത്ത സൂറത്തില് എന്ത് മാത്രമേ പറ്റുള്ളൂ? ലമ്മ മാത്രമേ പറ്റുള്ളൂ. അതിന് ഞാൻ പറയും. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ബഅദ യാ എന്ന് പറഞ്ഞത്, യാന്റെ ശേഷമുള്ള ഹാ, അതിന് ശേഷമുള്ള മീമുൽ ജംബ്. എന്നാ ഞാൻ ചോദിക്കാം, റളിയഹും, റളിയഹും, യാന്റെ ശേഷം ഹാ, എന്നിട്ട് അതിന് മീമ്. ഇവിടെ അങ്ങനെ പറ്റുന്നു വരില്ല. ഇവിടെ ഈ കെസർ കൊടുക്കുന്നത് തന്നെ ഇവിടെയുള്ള മുമ്പുള്ള കെസറിനോട് താബിയാക്കിയിട്ടാണ്. റളിയ എന്ന് പറയുമ്പോ ലോതല്ല, ഈ യാ ഉമ്മലും അതുപോലെ ഹാ ഉമ്മ കെസർ ഉണ്ടാവും. മനസ്സിലായില്ലേ? മുമ്പ് യാ മുമ്പ് കെസറും വരുമ്പോ ഹാനും കെസർ ഉണ്ടാവും. ആ കെസറിനോടൊക്കെ താബിയാക്കിയിട്ടാണ് മീമിന് കെസർ വരുന്നത്. പക്ഷെ റളിയഹും എന്ന് പറയുമ്പോ ഈ പറഞ്ഞത് പ്രകാരം റളിയഹുവിന്റെ അവിടെ രണ്ടും പറ്റുന്നു വരണ്ടേ? അല്ലെങ്കിൽ ഈ ന്യായം വരണ്ടേ? എന്ത് കെസറിനോട്, ഹാന്റെ കെസറിനോട് താബിയായിട്ടാണ് ആ ന്യായം പറയാൻ പറ്റുമോ? അത് ഇല്ലല്ലോ. അപ്പൊ അവിടെ രണ്ടു വചവും പറ്റായിരിക്കുമല്ലോ. അപ്പോ സാക്കിനായ യാതെന്ന് വേണ്ടേ? സുക്കൂനുള്ള യാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ അധിക സ്ഥലത്തും നോക്കിയപ്പോൾ എന്താണ് അതിന് വേണ്ടി നോക്കുമ്പോ യാവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ നുഖ്റ എന്നവര്, അവര് നുഖ്റ എന്നവര് എന്ത് കൂട്ടിയാണ്? യാ ഇൻ സാക്കിനത്തിന്ന് കൂട്ടിയാണ്, ബഅദ യാ ഇൻ സാക്കിനത്തിന്ന്. അപ്പൊ അത് പ്രത്യേകം എഴുതി വെക്കണം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ സംഭവിക്കാത്തുമ്പോൾ എന്നറിയല്ലോ, ഈ ഹായിന്റെ കെസറിന്റെ ശേഷമുള്ള ഹാ, അതുപോലെ യാന്റെ ശേഷമുള്ള ഹാ, അതിന് ശേഷം സംഭവിക്കാത്തുമ്പോൾ മീമിനിക്ക്, ജമ്മിന്റെ മീമിനിക്ക് ലമ്മു ചെയ്യൽ നിർബന്ധമാകും പോലെ. അതിന് ഉദാഹരണം മിസ്ലു ലഹുമുൽ മൻസൂറൂൻ, ലഹുമുൽ മൻസൂറൂൻ എന്നത് പോലെയാണ്. അവിടെ കണ്ടില്ലേ? ലഹുമു കസറിന്റെ സാക്കിനായ അതിന്റെ ശേഷമല്ല. അപ്പൊ അവിടെ അങ്ങനെ ലഹുമു എന്ന് ഓതണമെന്ന്, ലഹും. അപ്പോ ഇനി കാരണം പറയണേ, എന്താണ് ദലീല് മീമിനിക്ക് ലമ്മു കൊടുക്കലിനെ തേടിയ കാര്യം? അതിന്റെ ദലീൽ എന്താണ്? ഇത് കാരണം അസ്ലുഹ, ഈ മീമിന്റെ അസിലാകുന്നത് അല്ലമ്മു, ലമ്മാണ്. മനസ്സിലായില്ലേ? ഈ മീമിനൊരു അസിലുണ്ട്, തഖല്ലുസിന്റെ അസിൽ കസർ ആയിക്കോട്ടെ, പക്ഷെ മീമിന് ഇവിടെ ഒരു അസിലുണ്ട്. അപ്പൊ അതാണ് മുന്തിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതിന് തെളിവെന്താ? ബിദലീൽ ഖിറാഅത്തി അഹ്ലി മക്കത ഫീഹ, മക്കക്കാർ ഓതുന്നു എന്ന് തെളിവ് കൊണ്ട്. എന്തിൽ? ഫിഹ, ഈ ഒരു മീമുൽ ജമ്മിൽ ഓതുന്നു. എന്തോടുകൂടെ ഓതുന്നു? ബിവാബിൻ, ഒരു വാവോട് കൂടെ ഓതുന്നു. എന്തിനു ശേഷം? ബഅദഹ, മീമിന് ശേഷം. അഥവാ സിലന്, അഥവാ സിലല്ലേ, മു ലഹു എന്നൊക്കെ പറയില്ലേ? ലഹു സില. ഇഷ്ബാഹ്. അപ്പോ സില ചെയ്തിട്ടാണ് ഓതാറുള്ളത്. നാളെ ഖിറാത്ത് കേട്ടില്ലേ? നാഫി എന്നവരുടെ ഖിറാത്തിലൊക്കെ വന്നില്ലേ? അപ്പോ ഇത്തരം സ്ഥലങ്ങളിൽ അവരെന്തോതുന്നു? അവർ മീമിനിക്ക് ലമ്മ് കൊടുത്തതിന് ശേഷം സില വാവ് കൊണ്ടാണ്, വാവ് കൊണ്ട് സില ചെയ്ത് ഓതുന്നു. മനസ്സിലായില്ല? വാവ് കൊണ്ട് ഒരു സില ചെയ്യണം എന്നുണ്ടെങ്കിൽ അസിൽ എന്താവണം? ലമ്മാവണം. മനസ്സിലായല്ലോ? ആ സ്ഥലത്തല്ല, ശേഷം ഹംസ വരുന്നിടത്താണ്. ഇവിടെ ഇത്തലാക്ക പറഞ്ഞത് നമ്മളിവിടെ ഓത്ത് കേട്ടപ്പോ മനസ്സിലായി. എന്ത്? അവര് ശേഷം ഹംസ വരുന്നിടത്താണ് അവർ ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളിൽ ഉണ്ടോന്ന് അറിയില്ല. ആ ഓത്ത് കേട്ടപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. മനസ്സിലായല്ലോ? അതിന് ആഫി എന്നവരുടെ ഖിറാത്തും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ അവരുടെ നിയമങ്ങൾ എങ്ങനെയാണ്? അപ്പൊ ഏതായാലും മക്കാര് വാവ് കൊണ്ട് സില ചെയ്യുന്നു. ആർക്ക്? മീമുൽ ജമ്മിനിക്ക്. വാവ് കൊണ്ട് സില ചെയ്യണമെങ്കിൽ ഇതിന്റെ അസില് ലമ്മാവണം. മനസ്സിലായല്ലോ? ഇവിടെ ഈ കമാൽ എന്ന ഷെറുണ്ടല്ലോ, ഷർഹുൽ കമാൽ, അതിന്റെ ഹാമിഷ് ബൈന സുത്തൂറിനെ നന്നാക്കി അവിടുത്തെ പ്രശ്നമാക്കിയിരിക്കുന്നത്. അതിപ്പോ ഇങ്ങനെ തെളിവാകുവാന്ന്, ശേഷം ഒരു വാവ് ഉണ്ടിച്ചിട്ട് എന്ത് തെളിവാകുവാന്ന് ഞാൻ പറയാം. അത് തെളിവായത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വാവ് കൊണ്ട് ഒരു ഓതണം എന്നുണ്ടെങ്കിൽ അതിന്റെ അസല് നമ്മ ആയതുകൊണ്ടാണ് ഒരു വാവ് കൊണ്ട് സില ചെയ്തത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ തെർജും വരാൻ കുറച്ചല്ലേ, വാവ് കൊണ്ട് എങ്ങനെ യാവ് കൊണ്ടാക്കി കൂടെ എന്ന് ചോദിക്കൂലേ? അപ്പൊ അതാണ് അതിന്റെ തെളിവ്. അപ്പോ ഇനി അതാണ് തെളിവ്. അതുകൊണ്ടാണ് ലമ്മ് നിർബന്ധമാണ് ഈ സ്ഥലത്ത്. തഖല്ലുസ് എന്തുകൊണ്ടാണ്? ലമ്മ കൊണ്ട് അതിൽ നിർബന്ധമാണ്. അത് ഈ അസിലാകുന്ന അസിൽ ലമ്മാണ് എന്ന
ആ ഒരു മുക്തളന്, അതാണ് മുക്തളി. മനസ്സിലായല്ലോ? അതാണ് ഈ ഒരു കാര്യത്തെ ഇത് നിർബന്ധമാവലിനെ തേടിയത്. മനസ്സിലായല്ലോ? ഇനി വഇൻ കാനത്ത് ബഅദൽ ഹാ ഇല്ലത്തി, നേരത്തെ പറഞ്ഞത് വഇൻ കാനത്ത് ഈ മീമാണെങ്കിൽ ബഅദൽ ഹാ ഇല്ലത്തി തകൂനു ബഅദ യാഇൻ, യാഇന്റെ ശേഷമുള്ള ഹാഇന്റെ ശേഷമാണെങ്കിൽ അതിന് ഉദാഹരണമാണ് നഹ്വു അലൈഹിമുൽ യൗമ, അലൈഹിമുൽ യൗമ എന്നുപോലെ. അല്ലെങ്കിൽ ബഅദ കസ്റത്തിൻ, കസ്റത്തിന്റെ ശേഷമുള്ള ഹാഇന്റെ ശേഷമുള്ളതാണെങ്കിൽ അതുപോലെ നഹ്വു ബിഹിമുൽ യൗമ എന്നൊക്കെ പോലെ. അങ്ങനെയെങ്കിൽ ഫമിൻഹും, അവരിൽപ്പെട്ടവരാണ്, അറബികളിൽപ്പെട്ടവരാണ് മയ്യളുമ്മു, ഈ മീമിൽ ജമ്മിനിക്ക് ലമ്മു കൊടുക്കുന്നവർ അവരിൽപ്പെട്ടവരാണ്. വമിൻഹും, അവരിൽപ്പെട്ടവരാണ് മയ്യക്സിറു, കസ്റു കൊടുക്കുന്നവർ അവരിൽപ്പെട്ടവരാണ്. മനസ്സിലായല്ലോ? ലമ്മാണ് ഇവിടെ അഷ്ഹർ, അഷ്ഹറുൽ ലമ്മാണ്, ലമ്മു കൊടുത്തിട്ടാണ്. വബിഹി ഖറഅ അക്സറുൽ ഖുറാഇ ഹാഷിയ ഇബ്നു ജമാ. മനസ്സിലായല്ലോ? അപ്പൊ ലമ്മാണ് അക്സറും. മനസ്സിലായല്ലേ? എന്നാൽ ചില ആളുകൾ കസ്ർ കൊടുത്ത് ഓതിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇത്ബാഅൻ ലികസ്റത്തിൽ ഹാഇ, ഇതിനെ പിന്തുടർത്തിയതിനു വേണ്ടി, ആരോട്? ഈ മീമിന്റെ ഹർക്കത്തിന് ആരോട് പിന്തുടർത്തിയതിനു വേണ്ടി? ലികസ്റത്തിൽ ഹാഇ, മുമ്പിൽ ഹാഇന്റെ കസ്റത്തിനോട് ഇത്ബാ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? കസ്ർ ചെയ്യണത്, കസ്ർ ചെയ്യണത്. മനസ്സിലായല്ലോ? ഇനി വകദാലിക, ഇനി അടുത്ത പാഠം, അടുത്ത പാഠമല്ല, നമ്മൾ ഇതിന്റെ ചർച്ച കഴിഞ്ഞു, മീമുൽ ജമിന്റെ ചർച്ച കഴിഞ്ഞു. അവിടെ മത്തി നോക്കി, വജൂബിൽ ലമ്മി ഫീ മീമിൽ ജമി വമുസ്, മുസ് എന്നതിലും ലമ്മ കൊടുക്കൽ നിർബന്ധമാകും പോലെ മുസ് എന്നത് സുക്കൂനുമായിട്ട് കണ്ടുമുട്ടും, സാക്കിനുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അതിനെ തഖല്ലുസ് എന്തുകൊണ്ട്? ലമ്മു കൊണ്ടാണ്, നിർബന്ധമാണ്. മനസ്സിലായല്ലോ? അതാണ് വകദാലിക, ഇതുപോലെയായ സ്ഥിതിയിൽ ലമ്മു, അവർ ലമ്മു ചെയ്തു. ഫീ മുസ്, മുസ് എന്നതിൽ അവർ ലമ്മു ചെയ്തു. എന്തേ കാരണം? അതിന് ദലീൽ എന്താ അറിയോ? ലിഅന്ന അസ്ലഹു മുൻസു, ഈ മുസ് എന്നതിന്റെ അസ്ലാകുന്നത് മുൻസു എന്നതാണ്. ലിമാ അറഫ്ത, നീ മനസ്സിലാക്കിയ ഒരു കാരണത്താൽ, നീ മുമ്പ് മനസ്സിലാക്കിയ കാരണം ഉണ്ടായതിനു വേണ്ടി. അഥവാ നമ്മള് മുമ്പ് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ തസ്ഗീറിന്റെ ബാബിൽ വന്നിങ്ങനെ, അത് ഇബ്നു ജമാ തങ്ങൾ നോക്കി, ലിമാ അറഫ്ത ഫി തസ്ഗീരി മിൻ അന്ന അസ്ലഹു മുൻസു വലിദാ സുഗിറ അലാ മുനൈസ്. മുനൈസ് അതായത് മുസ് എന്നതിനെ മുനൈസ് എങ്ങനെ എന്നാണ് തസ്ഗീറാക്കുന്നത്? തസ്ഗീർ ചെയ്ത അസ്ലുകൾ മടങ്ങി വരുന്നല്ലേ. മുസ് എന്നതിനെ മുനൈസ് എന്നതിനെ തസ്ഗീറാക്കി. അപ്പൊ അസ്ല് അതിന്റെ അവിടെ കളയപ്പെട്ടവരൊക്കെ മടങ്ങി വന്നു, അസ്ലുണ്ടായവർ മടങ്ങി വന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് മുസ് എന്നതിന്റെ അസ്ൽ എന്താണ്? മുൻസു എന്നാണ്. മനസ്സിലായല്ലോ? മുൻസു എന്നാകുമ്പോ ദാലിന്റെ അസ്ല് ലമ്മാണല്ലോ, മുസ് എന്നതിന്റെ ദാലിന്റെ അസ്ല് ലമ്മാണ്. അപ്പൊ ലിമാ അറഫ്ത എന്ന് പറഞ്ഞാൽ തസ്ഗീറിന്റെ ബാബിലേക്കുള്ള സൂചനയാണ്. അപ്പൊ ലിയന്ന അസ്ലഹു മുൻസു, ഈ മുസ് എന്നതിന്റെ അസ്ല് മുൻസു എന്നാണ്. ലിമാ അറഫ്ത, നീ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടതിനു വേണ്ടി. അപ്പൊ ഫഹറഖു, അവർ തഹരീക്ക് ചെയ്തു. ഇൻദൽ ഇഹ്തിയാജി, ആവശ്യം വന്ന സമയത്ത്, തഹരീക്ക് ചെയ്യലിലേക്ക് ആവശ്യം വന്ന സമയത്ത് അവർ എന്താ ഹറക്ക് ചെയ്തു? ബിൽ ഹറക്കത്തിൽ അസ്ലിയത്തി, ബിൽ ഹറക്കത്തിൽ അസ്ലിയത്തി, അസ്ലിയത്തായ ഹർക്കത്ത് കൊണ്ട് ഹർക്കത്ത് ചെയ്തു. മനസ്സിലായല്ലോ? അഥവാ മുൻസു എന്നതിന്റെ ദാലിന്റെ ലമ്മായിരുന്നു, അതാണ് അസ്ല്. ഓക്കെ, അവിടെ നിർത്താം. ഓക്കെ, ഇനി ഇഖ്തിയാറുൽ ഫത്താണ്. വക ഇഖ്തിയാറുൽ ഫത്ഹി ഫി അലിഫ് ലാം മീം അല്ലാഹു, അത് വലിയൊരു ചർച്ചയാണ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.